എപ്പോഴും വലത്തേ കാലം കൊണ്ടാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ ഈ ബ്രേക്ക് പെഡലിൻ്റെ ഈ പോർഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ഒറ്റ ചവിട്ടല്ല. ബ്രേക്കിനെ നമ്മൾ എത്ര വേഗതയിലാണോ ചെയ്യാം, പക്ഷേ ആ വേഗതയ്ക്കനുസരിച്ച് ഗ്രാജുവലായിട്ട് മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒന്നിച്ചാണ് ബ്രേക്ക് ചവിട്ടുന്നത്, വണ്ടി നിൽക്കുന്നത് സഡനായിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് കുത്തിയായിരിക്കും വണ്ടി നിൽക്കുക. അപ്പോൾ പച്ച മലയാളത്തിൽ ഡ്രൈവർമാർ പറയുന്ന പേടെന്ന് പറഞ്ഞാൽ കുത്തി ചവിട്ടുക എന്നാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാലും ബ്രേക്ക് പെഡലിൽ ആദ്യം കാല് വയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത എങ്ങനെ കുറയുന്നു എന്നുകൂടി ശ്രദ്ധിക്കുക. അത് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ നോളജുള്ള കുട്ടികൾക്ക് മാത്രമേ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ വേഗതയുമായി കമ്പയർ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ചില കുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ട് പിടികിട്ടില്ല, 2, 3, 4 ദിവസങ്ങൾ വേണ്ടി വരും. ആ കുട്ടികളൊക്കെ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ പുറകിലോട്ട് പോകുന്ന കുട്ടികളാണ്. അതായത് അതുകൊണ്ട് അവർ കൂടുതൽ അറ്റൻഷൻ വേണ്ടി വരും. പക്ഷേ ടെക്നിക്കൽ നോളജുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് ഡേയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കുറയുന്നത് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാലും ഒരു ചവിട്ടരുത്. ബ്രേക്ക് പെഡലിൽ കാല് വെച്ചിട്ട് സാവധാനത്തിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ മാരുതി 800 പഠിച്ചിട്ട് നമ്മൾ ഡിസൈറിലുണ്ട് കണ്ട് ഡിസൈറിൽ പവർ ബ്രേക്കാണ്. അപ്പോൾ മാരുതി 800 ചവിട്ടിയതുപോലെ വച്ചങ്ങ് ഡിസൈറിൽ ചവിട്ടി കൊടുക്കരുത്. ഡിസൈറിൽ കാല് വെച്ചിട്ട് സാവധാനം ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എവിടെ വെച്ചാണോ വാഹനത്തിൻ്റെ വേഗത കുറയുന്നത് അവിടെ വെച്ചാണ് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്കിൽ തൊട്ടു എന്നുകൊണ്ട് ബ്രേക്ക് ആവില്ല. നമ്മൾ അവിടെ പോയി താഴെ കൺട്രോൾ ചെയ്യുമ്പോൾ മാത്രമേ ബ്രേക്ക് ആവുള്ളൂ. ഇത് ബ്രേക്കിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ബ്രേക്ക് സഡനായി ചവിട്ടി പോകുന്ന കുട്ടികളൊക്കെ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ബ്രേക്കിനകത്ത് കാല് വെച്ച് ഇങ്ങനെ സാവധാനത്തിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. എൻഡിലാണ് ബ്രേക്ക് ഫങ്ഷൻ ചെയ്യുന്നത്. ഇവിടെ കിട്ടിയല്ലോ. ഇത് ആക്സിലറേറ്ററാണ്. നമ്മൾ ആക്സിലേറ്ററിൽ എപ്പോഴും ബ്രേക്ക് വിടാൻ പറഞ്ഞാലും പെട്ടെന്ന് ബ്രേക്ക് വിട്ട് കാല് ആക്സിലേറ്ററിൽ വയ്ക്കുക. വച്ചിട്ട് ഒരു ചവിട്ടരുത്. നമ്മൾ ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു, ബ്രേക്ക് വിട്ടു, കാല് ആക്സിലേറ്റർ വെച്ചു. എന്നിട്ട് ആക്സിലേറ്റർ ഒരു പോയിൻ്റ് മാത്രമേ ചവിട്ടാൻ പാടുള്ളൂ. കണ്ട, ഒരു പോയിൻ്റ് ചവിട്ടുമ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് അറിയാൻ പറ്റും. അത് മനസ്സിലാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ നോളജുള്ള കുട്ടികൾക്ക് ആദ്യ ദിവസങ്ങളിൽ പിടികിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് 2, 3, 4, 5 ദിവസങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ആക്സിലേറ്റർ ഒരു പോയിൻ്റ് കൊടുത്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് 2, 3, 4, 5 നമുക്കിങ്ങനെ പെട്ടെന്ന് ചവിട്ടാം. ഈ 5 എന്ന് പറയുന്നതാണ് കൺട്രോൾ സ്പീഡ്. 6, 7 പോകുമ്പോൾ ഓവർ സ്പീഡാണ്. അപ്പോൾ ഈ 5, 6, 7 എന്നെല്ലാം പറയുന്നത് സാങ്കല്പിക നമ്പറുകളാണ്. ഇങ്ങനെ 5, 6, 7 നമ്പറൊന്നും വണ്ടികൾക്കകത്തില്ല. ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആദ്യകാല ക്ലാസ്സുകളിൽ ആക്സിലേറ്ററിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ആക്സിലേറ്ററിൽ 1 എന്ന് പറഞ്ഞ് കാല് വെച്ചു. അത് കഴിഞ്ഞ് 2, 3, 4, 5 എന്ന് പറഞ്ഞപ്പോൾ ഈ 5 എന്ന് പറയുന്ന നോർമൽ സ്പീഡ് 50 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അവിടെ വെച്ചാണ് നമ്മൾ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്ത് കൊടുക്കുക. ഈ ആക്സിലേറ്റർ കയറ്റം വരുമ്പോൾ ഒരു പോയിൻ്റ് കൊടുക്കുകയും കയറ്റം കഴിയുമ്പം ആ ഒരു പോയിൻ്റ് കുറയ്ക്കുകയും ഇറക്കം വരുമ്പോൾ ഒരു പോയിൻ്റ് കുറയ്ക്കുകയും ചിലപ്പോൾ 2 പോയിൻ്റ് കുറയ്ക്കുകയും അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ നേരത്തെ പറഞ്ഞ 5 എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിൽ എത്തിക്കുകയും വേണം. അപ്പോൾ കയറ്റം വന്നു 6, 7, 8, കയറ്റം കഴിഞ്ഞു 7, 6, 5, ഇറക്കം വന്നു 4, 3, 2, ഇറക്കം കഴിഞ്ഞു 3, 4. ഇങ്ങനെ ആക്സിലേറ്ററിൻ്റെ പൂർണ്ണമായും എടുക്കാതെയും പൂർണ്ണമായും കൊടുക്കാതെയുള്ള മിഡിൽ പോർഷൻ എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിൽ നിർത്തി കൺട്രോൾ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ആക്സിലേറ്റർ കൺട്രോൾ വരുള്ളൂ. ചില കുട്ടികളോട് ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു എടുപ്പാണ്, അപ്പോൾ വണ്ടി ഇങ്ങനെ ചാടും. കൊടുക്കാൻ പറഞ്ഞാൽ ഒരു ചവിട്ടാണ്. അപ്പോൾ അവർക്ക് സ്പീഡ് നമ്മുടെ റോഡിനനുസരിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവരെടുക്കുന്നത് കുറഞ്ഞു പോകും, കൊടുക്കുന്നത് കൂടിപ്പോകും. അപ്പോൾ അവർക്ക് എത്രയെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ റോഡിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കുന്ന ആക്സിലേറ്റർ കൺട്രോൾ പിടികിട്ടുകയുള്ളൂ. അപ്പോൾ സ്റ്റിയറിങ്ങിനെയും ക്ലച്ചിനെയും പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഉപകരണമാണ് ആക്സിലേറ്റർ. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്താൻ കുട്ടികൾ കഴിയണം. പക്ഷേ പല കുട്ടികളോടും ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം അവർ കൊടുക്കില്ല. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോൾ പഠിപ്പിക്കുന്ന സാറ് കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ആ കുട്ടികൾ ആക്സിലേറ്റർ കൊടുക്കുകയുള്ളൂ. അവർ ആക്സിലേറ്റർ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പോയി ഇടിക്കും എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് അവർ ആക്സിലേറ്റർ കൊടുക്കാത്തത്. ആക്സിലേറ്റർ കൊടുക്കുന്ന അതേ സമയം തന്നെ ആക്സിലേറ്റർ കുറയ്ക്കേണ്ട സാഹചര്യവും വരും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതും കുറയ്ക്കുന്നതും പെർമനൻ്റ് ആയിട്ടുള്ള കൊടുപ്പും എടുപ്പുമല്ല. റോഡിനനുസരിച്ച് ആക്സിലേറ്റർ നമ്മൾ കൊടുത്തും കുറച്ചും വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. അത് ആക്സിലേറ്ററിൻ്റെ മിഡിൽ പോർഷനാണ്. ഇങ്ങനെ റോഡിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്തും കുറച്ചും ഓടിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാത്രമേ ആക്സിലേറ്റർ കൺട്രോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്ലോ എന്ന് പറയുമ്പം ആക്സിലേറ്റർ കുറയ്ക്കണം. രണ്ടാമത്തെ സ്ലോ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മെത്തേഡാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ബ്രേക്ക് വിടാൻ പറഞ്ഞാൽ ആ സ്പോട്ടിൽ ബ്രേക്ക് വിട്ട് കാല് ആക്സിലേറ്റർ വയ്ക്കുക, ഒരു പോയിൻ്റ് കൊടുക്കുക, എന്നിട്ട് സ്പീഡ് വരുത്തുക. 1, 2, 3, 4, 5
കയറ്റം വന്നു 6 7 കയറ്റം കഴിഞ്ഞു 6 5 ഇറക്കം വന്നു 4 3 ഒരു വണ്ടിയെ കണ്ടു സ്ലോ ആക്സിലേറ്റർ കുറച്ചു വണ്ടി പോയി വീണ്ടും ആക്സിലേറ്റർ കണ്ടിന്യൂ ചെയ്തു അടുത്ത വണ്ടിയെ കണ്ടു ആക്സിലേറ്റർ കുറച്ചു ഫ്രണ്ട് ക്ലിയറായി വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു അടുത്ത ലോറിയെ കണ്ടു നമ്മൾ ആക്സിലേറ്റർ കുറച്ചു വീണ്ടും ലോറി അടുത്തെത്തി ഫ്രണ്ട് ക്ലിയറിൽ തോന്നി കാല് ബ്രേക്കിൽ വന്നു ഫ്രണ്ട് ക്ലിയറായി അപ്പോഴേ ബ്രേക്ക് വിട്ടു കാല് ആക്സിലേറ്റർ വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഡോഗിനെ കണ്ടു ആക്സിലേറ്റർ കുറച്ചു ജസ്റ്റ് കാല് ബ്രേക്കിൽ വന്നു ഡോഗ് മാറി ഉടനെ ബ്രേക്ക് വിട്ട് വീണ്ടും ആക്സിലേറ്റർ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബ്രേക്കിലും ആക്സിലേറ്ററിലും കാല് മാറി മാറി ഓടിക്കാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഈ കുട്ടികൾക്ക് വേണം എന്നാൽ മാത്രമേ എമർജൻസി ആയി ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആക്സിലേറ്ററിൽ കാല് മാറ്റി ബ്രേക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അല്ലാതെ ഒന്നിൽ മാത്രം ചെയ്ത് അങ്ങനെ അനങ്ങാതെ പ്രതിമ പോലെ ഇരിക്കാതെ നമ്മളെ കാലുകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ സ്ലോ എന്ന് പറയും ആക്സിലേറ്റർ കുറയ്ക്കണം രണ്ടാമത് സ്ലോ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം പോകാവുന്ന എപ്പോഴും പറഞ്ഞാലും ആ സ്പോട്ടിൽ ബ്രേക്ക് വിട്ട് കാല് ആക്സിലേറ്റർ വെക്കണം നമ്മൾ ബ്രേക്ക് ചെയ്തൊരു വണ്ടിയെ നിർത്തുമ്പോൾ എപ്പോഴും ആ ബ്രേക്ക് വണ്ടി നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കൊടുത്തിരിക്കുന്ന ബ്രേക്കിൻ്റെ പവർ ഒരു ശകലം ഒന്ന് റിലീസ് ചെയ്യണം അപ്പോൾ വണ്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ തല മുമ്പിലോട്ട് കുനിയില്ല ചില ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം മുമ്പിലോട്ടായിരുന്നത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ ബ്രേക്കിനെ ശകലം ലൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സഡനായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യുക പക്ഷേ നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കൊടുത്തിരിക്കുന്ന ബ്രേക്കിൻ്റെ പവറിനെ ശകലം ഒന്ന് കുറയ്ക്കുമ്പോൾ വണ്ടി സ്മൂത്തായി നിൽക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ മാത്രമേ നല്ല ഒരു ഡ്രൈവർ ആകാൻ കഴിയുള്ളൂ നമ്മൾ വാഹനത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വാഹനത്തിലിരിക്കുന്ന ആളുകളിലോ അറിയാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്രേക്കിൻ്റെയും ആക്സിഡൻറ്റിൻ്റെയും പ്രാക്ടീസാണ് ഡ്രൈവിംഗ് തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നതാണ് അല്ല വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയല്ല അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ നോക്കി കാണുക അപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രേക്ക് ചെയ്യുക ഒരൊറ്റ ചവിട്ടില്ല ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗത കുറയുന്നതനുസരിച്ച് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യുക അതുപോലെ എപ്പോഴും നമ്മളൊരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ചവിട്ടി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി വെച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് ബ്രേക്കിനെ ചവിട്ടി വെച്ചുകൊണ്ട് തന്നെ ക്ലച്ചും ചവിട്ടുക എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലുവിട്ട് ആക്സിഡൻറ്റിൽ വയ്ക്കണം എല്ലാ സംഭവവും കഴിഞ്ഞ് വണ്ടിയെ നമ്മൾ ഓഫ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കാല് ബ്രേക്കിലായിരിക്കും ഇപ്പോൾ നമ്മളൊരു വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വണ്ടി വേഗതയിലാണ് വന്നതെങ്കിൽ ബ്രേക്ക് ചവിട്ടിയിട്ട് ക്ലച്ച് ചവിട്ടും അതല്ല വേഗത കുറഞ്ഞാണ് പോകുന്നതെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യും എന്നിട്ട് ഗിയർ ഇട്ട് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് സാവധാനത്തിലെടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി അനങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് സാവധാനത്തിൽ മാത്രമേ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റും ലാസ്റ്റും ബ്രേക്കാണ് അപ്പോൾ ഈ വീഡിയോ ആക്സിലേറ്റർ കൺട്രോൾ കിട്ടാത്ത കുട്ടികൾക്കോ ബ്രേക്ക് ചെയ്യുമ്പോൾ സഡനായി പോകുന്ന അഥവാ കുത്തിച്ചവിട്ടുന്ന കുട്ടികളോ ഇത് നന്നായി കണ്ട് മനസ്സിലാക്കി ഡ്രൈവിംഗ് സ്കൂളിലെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക ഓക്കെ ആവുന്നുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഇതേ പ്രാക്ടീസ് ഓക്കെ ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ മൈൻഡിൽ സെറ്റാവുന്നതിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയുള്ള